വാർത്തകളിലേക്ക് മടങ്ങി വരാം. KSUവിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വാർത്തെടുത്തത് KSUവിന്റെ പോരാട്ടവീര്യമെന്ന് KSUയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സർക്കാർ പ്ലേയുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിയും KSUവും തമ്മിൽ തർക്കമുറുന്നതിനിടെയാണ് പ്രതികരണം. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചെയ്യുന്നത്. ബിനിൽ, KSUവിനെ ഒന്ന് നേരിൽ കാണാൻ പോലും കൂട്ടാക്കാത്ത മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിക്ക് ഇടയിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ KC വേണുഗോപാൽ കൂടി ഇതിൽ രംഗത്ത് വരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? KSU മുഖ്യമന്ത്രി പോര് അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ രീതിയിൽ ഒരു പ്രതികരണം KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച 2 പേരാണ് മരിച്ചത്. അതിൽ പ്രഭുചന്ദ്രൻ എന്നയാളുടെ മരണം, കോൺഗ്രസ് പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മരണം ഇന്നായിരുന്നു. ആ സംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച മാരായമുണ്ട സുരേഷ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് തലസ്ഥാനത്തേക്ക് KC എത്തിയത്. അതിനുശേഷം പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പഴയകാല KSUവിനെ ഓർത്തെടുക്കുന്നത്. 1989 പാഠപുസ്തക സമരം ചെയ്തതിൽ KSU നേതാക്കളെ അന്ന് നന്ദാവനം പോലീസ് ക്യാമ്പിൽ എത്തിച്ച് പോലീസ് മർദ്ദിച്ചിരുന്നു. ആ ഓർമ്മകളൊക്കെ അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒപ്പം പ്രവർത്തിച്ച ആളുകൾക്ക് അന്ന് ക്രൂരമർദ്ദനം നേരിട്ടു. അക്കാര്യമൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്, കോൺഗ്രസിനെ ഏറ്റവും ഈ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചത് അത് KSU ആണെന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഈ പ്രസ്ഥാനത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് KSUവിന്റെ പോരാട്ട വീര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ വായിച്ചെടുക്കുമ്പോൾ ഈ നിലവിൽ നടക്കുന്ന വിവാദങ്ങളൊക്കെ അതിൽ പെടും. നിലവിൽ മുഖ്യമന്ത്രിയും KSUവും തമ്മിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിനെ ഇന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല. ലീഡർ നിയമനത്തിൽ KSUവിനെ പരിഹസിക്കുന്ന ഒരു നിലപാട് കൂടി അല്ലെങ്കിൽ പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. ഇതിൽ KSUവിന് ഒരു കാര്യവുമില്ല എന്ന പരിഹാസ രൂപേണയായുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതാണ് വിവാദങ്ങളുടെ ഒക്കെ തർക്കങ്ങളുടെ ഒക്കെ തുടക്കം. ആ തർക്കങ്ങൾ നിൽക്കുകയാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതും അതിൽ KSUവിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പറയുന്നതും. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ്, ഒരു ഭിന്നത KSUവിലും രൂപപ്പെടുന്നുണ്ട്. തീർച്ചയായും എന്തായാലും KSUവിൽ തന്നെ ഭിന്നത നിൽക്കുമ്പോഴാണ് KC വേണുഗോപാലിന്റെ ഒരു സപ്പോർട്ട് കൂടി KSUവിന് ലഭിക്കുന്നത്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.